പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന്. എൻ്റെ പേര് കാർമലി. 2022 ഡിസംബർ 11-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഭക്തയാണ്. പക്ഷേ ആ ഭക്തിയൊന്നും മക്കളായ ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. എനിക്കൊരു അനിയത്തിയുണ്ട്, പേര് അനിത എന്നാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവിനെ കേട്ടിട്ടുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ജപമാല പഠിക്കുന്നുണ്ട്, എല്ലാവരും ചൊല്ലുന്ന കണക്കൊരു ജപമാല, അത്രയേ ഉള്ളുമായിരുന്നു. പക്ഷേ സെൻറ്റ് കാസ്മീർ ചർച്ച് കടവൂർ, അതാണ് ഞങ്ങളുടെ ഇടവക പള്ളി. അവിടെ പോകും, പ്രാർത്ഥിക്കും, പിന്നെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോകും. അമ്മ മാതാവിന് പല സ്ഥലങ്ങളിലേക്കും വണ്ടി വിടുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമൊന്നുമില്ലായിരുന്നു. എൻ്റെ അപ്പച്ചന് കൊല്ലത്ത് തുയ്യം പള്ളിയുണ്ട്, വേളാങ്കണ്ണി മാതാവിന് ഭയങ്കരമായ വിശ്വാസമായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മ കൃപാസനത്തിൽ വരുന്നതിനെക്കുറിച്ചൊക്കെ അപ്പച്ചൻ പറയും, അടുത്ത മാതാവുണ്ട്, വേളാങ്കണ്ണി മാതാവുണ്ട്, പിന്നെ ഇത്രയും ദൂരത്ത് നീ പോകേണ്ട കാര്യം എന്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ അപ്പച്ചന് എന്നെക്കാളും എൻ്റെ അമ്മയെക്കാളും ഒക്കെ ഒരുപാട് വിശ്വാസമാണ് കൃപാസന മാതാവ്. എൻ്റെ അപ്പച്ചൻ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, എന്നാൽ എൻ്റെ അപ്പച്ചൻ ഇവിടെ വന്നിട്ടുമില്ല. 2022 ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ അപ്പച്ചനും അമ്മയ്ക്കും മത്സ്യബന്ധനമായിരുന്നു ബിസിനസ്, അവരുടെ ജോലി അതായിരുന്നു. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ വളർത്തിയെടുത്തത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഇവർ ഇസ്രായേലിൽ പോകാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരുന്നു. എനിക്കും ഒരു വരുമാനവും ഇല്ല. അങ്ങനെ വല്ലാത്ത പ്രശ്നം. ഞങ്ങൾ 2 മക്കളും കുടുംബത്തിലായി, ഓരോ കുടുംബമായി ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്തൊരവസ്ഥയിൽ, അതാ ഒരു ഗതിയും പരഗതി ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥയിലാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ അമ്മ വഴിയാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. അന്നേരം ഒന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മാതാവ് എന്നൊരു ശക്തി, അത് എന്നിൽ ഒരു തണലായി എനിക്ക് എപ്പോഴും കൂടെ ഉള്ള കണക്ക് തോന്നലൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർ അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അമ്മയുടെ അപ്പൻ്റെ കാര്യം വെച്ചു. കൃത്യം 3 ദിവസം, 3-ൻ്റെ അന്ന്, അതായത് 2003-ൻ്റെ അന്നല്ല, അന്ന് രാത്രി തന്നെ അവർക്ക് ഫോൺ വരുന്നു, നിങ്ങൾക്ക് വിസ റെഡി ആയിട്ടുണ്ട്, പൈസ വേണം. ഒരു പൈസ ഇല്ലാത്ത ഞങ്ങളിനി ഇവിടെ പോകും, 14 ലക്ഷം രൂപ വേണം. അങ്ങനെ പെട്ടെന്ന് മാതാവ് ഓരോ വഴി ഒരുക്കി അവർക്ക് പൈസയൊക്കെ കൊടുത്തു. ആ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. അങ്ങനെ അവർ ഇസ്രായേലിലെത്തി. പിന്നെ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2024 ഞാൻ ജപമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഗ്രേസ് എന്ന് പറയും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചാണ്. ആ കൊച്ചും ഇവിടുത്തെ വലിയ വിശ്വാസിയാണ്. അതിൻ്റെ അത്രയും വിശ്വാസമൊന്നും ഒരുപക്ഷെ എനിക്കില്ലായിരിക്കും. അങ്ങനെ ആ കൊച്ചും ഇവിടെ വന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്നു. ജപമാല റാലിക്ക് വരാമെന്നൊന്ന് എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു. ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാക്കുളത്തുനിന്ന് നിർമ്മലയെന്ന് പറയുന്ന ഒരു ആൻറ്റി വണ്ടി വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആ വണ്ടിയിൽ കയറി ഇവിടെ ജപമാല റാലിക്ക് വന്നു. അപ്പോൾ ജപമാല റാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകളല്ല, ഞങ്ങൾ 2 പേരും 2 വഴിക്കായി. അപ്പം ഞാനിങ്ങനെ ജപമാല ചൊല്ലി സ്പീഡിന് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, മാതാവേ, അടുത്ത വർഷം ഈ ജപമാല റാലിക്ക് എൻ്റെ സ്വന്തം ചിലവിൽ ഒരു 5 പേരെങ്കിലും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റണേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, 5 പേരില്ലെങ്കിൽ ഒരാളെങ്കിലും എനിക്കൊന്ന് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ വീണ്ടും അതേ ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് കയറി കിടക്കാനായിട്ട് വീട് സ്ഥലവും സ്വന്തമായിട്ടില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേരിൽ ഒന്നുമില്ല, എനിക്ക് ആകെ ഉള്ളത് നിൻ്റെ തിരുക്കുമാരനുമാണ്. എനിക്കൊരു 3 സെൻറ്റ് സ്ഥലം, ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വീട് സ്ഥലമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാനതങ്ങ് അപ്പോൾ തന്നെ വിട്ടു. കാരണം അത് കഴിഞ്ഞു. പിറ്റേ ആഴ്ച ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ പരിശുദ്ധ അമ്മയെ ഈശോയെ സമീപിക്കേണ്ടുന്നത്, ഈശോയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അത് ഞാൻ ഉൾക്കൊണ്ടു. അങ്ങനെ ഞാൻ അതങ്ങ് വിട്ടു. അങ്ങനെ 2025 ഒക്ടോബർ മാസമായി. അപ്പം ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്കും എനിക്ക് കൃപാസനത്തിൽ വണ്ടി വിടണമെന്നുള്ള ആഗ്രഹം വീണ്ടും വന്നു. അങ്ങനെ ഞാൻ ആ 1-ാം തീയതി മുതൽ ജപമാല മാസം തീരുന്ന വരെയും ജപമാല ചൊല്ലി അതിനുവേണ്ടി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്. ഞാൻ ജനിച്ച് ഇത്രയും വർഷമായി, ഇന്ന് വരെ ഈ 2025 അതിനു മുമ്പ് വരെ ഒരു ജപമാല മാസം ഞാൻ ഭക്തിയായിട്ട് ആചരിക്കുകയോ ജപമാല പഠിക്കുകയോ നല്ല രീതിയിൽ മാതാവിനെ അലങ്കരിച്ച് പ്രത്യേകം ഒരു പീഠത്തിൽ ഇരുത്തി മാതാവിന് കിരീടവും വെച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഓരോ ജപമാലയും മാതാവിനുള്ള ഓരോ കിരീടമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പം
എനിക്ക് ജപമാലയ്ക്ക് വണ്ടി വിടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങി വന്നു. ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ ഇവിടെ 2026 ആദ്യം പറഞ്ഞു 17 പേരെ ആ വണ്ടിയിൽ കയറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞു വണ്ടിയിൽ വരാൻ ആളില്ല, 17 പേര് പോയിട്ട് 10 പേര് പോലും ഇല്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരുന്നപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ജപമാലയുടെ തലേ ദിവസം ആൾ വന്നു. എന്നിട്ടും വീണ്ടും വണ്ടിയിൽ സീറ്റ് ഒഴിവ്. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പം ചവറയെന്ന് പറയും, അവിടുന്ന് കുറേ ചേച്ചിമാർ ഇങ്ങനെ വണ്ടി കിട്ടാതെ വിഷമിച്ചിരുന്നു. അവരെല്ലാം വന്നു. അപ്പോൾ അവസാനം വന്നപ്പം വണ്ടിയിൽ ഇരിക്കാൻ സീറ്റില്ല. 23 പേരുമായിട്ട് തറയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നാണ് ഞങ്ങളുടെ ജപമാല റാലിക്ക് വന്നു തിരിച്ച് ഞങ്ങൾ ജപമാല റാലിയും കഴിഞ്ഞ് പോയി. അതിനു മുമ്പേ ഞാൻ വീട് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ വീട് സ്ഥലവും എനിക്ക് കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് അപ്പച്ചനും എന്നെ വിളിച്ചിട്ട് പറയാ, മോളെ നിനക്ക് പുറത്തോട്ട് പോകാൻ നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ, മാതാവിൻ്റെ ഇഷ്ടം ചിലപ്പോൾ അതായിരിക്കത്തില്ല, നീ ഒരു കാര്യം പോയി സ്ഥലം നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 സ്ഥലത്ത് പറഞ്ഞെങ്കിലും ആദ്യമായിട്ടൊരു സ്ഥലം കാണാൻ പോയി. അപ്പം അമ്മ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മാതാവ് പറയുന്നത് നിനക്ക് കുണ്ടറയിലോട്ടാണ് സ്ഥലം, കുണ്ടറയിലോട്ടാണ്, നീ അവിടെ പോയി നോക്കുന്നത് എൻ്റെ അമ്മ എന്നോട് പറയുന്നു. അങ്ങനെ ഞാൻ കുണ്ടറയിൽ പോയി ഒരു കടയിലുള്ള ഒരു അങ്കിളിന്, പ്രസാദ് എന്നാ മാമൻ്റെ പേര്, ആ മാമനെ കണ്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ മാമ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു. അവിടെ ചെന്നപ്പം വീടുണ്ട്, ഒരു കൊച്ചു വീടുണ്ട്, സ്ഥലവും കൊള്ളാം, പക്ഷേ എന്തോ 18 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം ഈ കാട് പിടിച്ച സ്ഥലം നമ്മുടെ പൈസയ്ക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രയും സ്ഥലം ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് അവർ വില പറഞ്ഞു. അപ്പം പിന്നെ എനിക്കൊരു സംശയം, മാതാവ് ഈ കാട് പിടിച്ച സ്ഥലമാണല്ലോ ഇത് ഇവിടെ ഒരു പള്ളി പോലും കാണാനില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇത് മാതാവ് എനിക്ക് ഒരുക്കി തന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നിൻ്റെ സാന്നിധ്യം അറിയിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്ന്. അപ്പം ഞാൻ പറയാം ഇവിടെ എവിടെയെങ്കിലും മുല്ലച്ചെടി കാണും, കാടല്ലേ കാണുമെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ എല്ലാം നോക്കി, അവിടെ അങ്ങ് ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഉള്ളിൽ ആ സംശയം വെച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു നമുക്ക് അഡ്വാൻസ് ചെയ്യാം. അന്നേരം അമ്മ പറഞ്ഞു മോളെ നമുക്ക് അഡ്വാൻസ് ചെയ്യാം. അപ്പോഴും അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കാനായിട്ട് 5 ലക്ഷം രൂപ വാങ്ങിക്കാനായിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. എൻ്റെ ചേച്ചിയുടെ പേര് സാറേ എന്നാണ്, ശക്തികുളങ്ങരയാണ് പോകേണ്ടത്. അവിടെ പോയി ഞാൻ പൈസ മേടിക്കാനായിട്ട് പോയി. പൈസ മേടിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പം പോകുന്ന വഴിക്ക് ഞാൻ മാതാവ് ഈ പൈസ വാങ്ങിച്ച് ഞാൻ ഇത് കൈമാറുന്നതിന് മുമ്പ് നീ എനിക്ക് ഒരുക്കി തന്ന സ്ഥലമാണെങ്കിൽ എനിക്ക് നിൻ്റെ സാന്നിധ്യം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഒരു പാലത്തിൻ്റെ അടുത്ത് വന്നപ്പം മഴവില്ല് പ്രത്യക്ഷപ്പെട്ട് അപ്പം ഞാൻ ഉറപ്പിച്ച് ഇത് മാതാവ് എനിക്ക് ഒരുക്കി തന്നെയാ, ഈ സ്ഥലത്ത് മാതാവിന് എന്തോ ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് ഞാൻ അപ്പോൾ ഉറപ്പിച്ച് അങ്ങനെ അഡ്വാൻസ് ചെയ്തു. ജപമാല റാലിക്ക് ഞാൻ വന്നു. ജപമാല റാലി എല്ലാം കഴിഞ്ഞ് പോയി. വീണ്ടും പ്രാർത്ഥനകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം നവംബർ 6-ാം തീയതി തന്നെ എനിക്ക് ആ സ്ഥലം എഴുതാൻ പറ്റി. ഞാൻ മാതാവിനോട് ചോദിച്ചത് 3 സെൻറ്റ് സ്ഥലമാണ്. മാതാവ് എനിക്ക് എത്രയോ ഇരട്ടിയായിട്ട് 18 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒറ്റ മുറിയും ഒരു അടുക്കളയുമാണുള്ളത്. അതിൻ്റെ അകത്താണ് കഴിക്കുന്നതും കുടിക്കണതും മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ച് പ്രാർത്ഥിക്കണതും കിടക്കണതും എല്ലാം അതിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത്. മാതാവേ എനിക്ക് നിന്നെ പ്രത്യേകം ഒരു മുറിയിലിരുത്തി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ മാതാവിനോട് എപ്പോഴും പറയും, മാതാവേ എനിക്കൊരു വീട് സ്ഥലം കാണിച്ചു തരുമ്പോൾ എനിക്ക് അതിനുള്ളൊരു സൗകര്യത്തോടൊരു വീട് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പുതിയതായിട്ടൊരു വീട് വേണം, എനിക്ക് പാല് കാച്ച് നടത്തി തന്നെ കയറണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. പഴയ വീടല്ലേ, ഇതിന് ഞങ്ങൾ എന്തോ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പം അപ്പച്ചൻ വീണ്ടും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ അപ്പച്ചൻ ഒരു 5 ലക്ഷം രൂപ കൂടി മോക്ക് തരാം, മോള് വീട് വൃത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെ വീട് വൃത്തിയാക്കി 3 ബെഡ്റൂമും ഒരു ലിവിങ് ഹാള്, ഒരു ഡൈനിങ് ഹാള്, ഒരു അടുക്കള, ഒരു വർക്ക് ഏരിയ, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് എല്ലാം ശരിയായി. അപ്പം എനിക്ക് മാതാവിനെ പ്രത്യേകം ഇരുത്താനൊരു ഇടമാണ് ഞാൻ മാതാവിനോട് ചോദിച്ചത്. അപ്പം എനിക്ക് അതിനുള്ള സൗകര്യത്തോടു കൂടി ഞാൻ എങ്ങനെ മനസ്സിലാഗ്രഹിച്ചോ അതുപോലൊരു വീട്, ഒരുപക്ഷെ അതിലും നല്ല ഭംഗിയായിട്ടൊരു വീട് മാതാവ് എനിക്ക് തന്നു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാനിന്നിവിടെ സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലേ അല്ല വന്നത്. നിന്റെ അധ്വാനത്തിൻ്റെ ആദ്യ ഫലം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവചനവും അങ്ങനെയാണ്, ഞാൻ വായിക്കാറുണ്ട്. അപ്പം ഞാൻ അവിടെ അടുത്ത് വന്നപ്പോൾ അവിടെ അടുത്തൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. എൻ്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് ദൈവത്തിന് ഞാൻ അതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കാതെ എൻ്റെ ആദ്യത്തെ ശമ്പളം എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനായി ഇവിടെ കാഴ്ചവെക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ട സാക്ഷ്യം വീട് വെച്ചതിനെക്കുറിച്ചും സ്ഥലം വിറ്റതിനെക്കുറിച്ചുള്ള സാക്ഷിയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് അവിടെ ഇരുന്ന് ഞാൻ ബാക്കിലായിരുന്നത്. അവിടെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന ഒരു പേപ്പർ മേടിച്ച് എൻ്റെ സാക്ഷി ഇവിടെ എഴുതുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതാവുന്ന ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ലൂക്കായുടെ 1-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന്. ഞാൻ അങ്ങനെ ആ വചനമൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കാം. എന്നിട്ട് അതേ കണക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ജിയോ എന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട്, കാഞ്ഞിരോട് കോൺവെൻറ്റിലായിരുന്നു ആ സിസ്റ്റർ. ഇപ്പോൾ ആ സിസ്റ്റർ കുമ്പളത്താണെന്നാണ് എൻ്റെ അറിവ്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വചനം എഴുതണം, ഒരു വചനം പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചപ്പം ആദ്യമായിട്ട് ഞാൻ എഴുതി തുടങ്ങിയ വചനം എന്താണെന്ന് വെച്ചാൽ,
ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന ആ തിരുവചനം സിസ്റ്റർ എനിക്ക് തന്നു. ഞാനത് 1000 തവണ എഴുതി. വീണ്ടും ഞാൻ എപ്പോഴും എനിക്കൊരു പ്രതിസന്ധി വന്ന ഉടനെ ഞാൻ ആ തിരുവചനം എഴുതും. ഇപ്പോഴും ഞാൻ ഓരോ വചനങ്ങളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വചനങ്ങൾ വായിക്കാറുമുണ്ട്. അങ്ങനെ എന്തുവാ, എനിക്ക് ഈ ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആത്മീയമായി വളരാൻ പറ്റി. എന്ന് വെച്ചാൽ ജപമാലയൊക്കെ ഒരു പേരിന് വേണ്ടി ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലാൻ നോക്കി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ മുമ്പിലുള്ള പരിശുദ്ധ അമ്മയുടെ ശക്തി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ എത്രത്തോളം വലുതാണോ അതേപോലെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഓരോരുത്തരും വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടി വഴി കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീടോ സ്ഥലമോ ഒന്നുമില്ല. എന്നാൽ വീട് സ്ഥലവും ഞാൻ വർഷങ്ങളായിട്ട് 10-14 വർഷമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്ക് സാധിച്ചു കിട്ടി. അതിനേക്കാളുമൊക്കെ എനിക്ക് ഏറ്റവും വലുതായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മാസം ഈ 39 വർഷവും ഞാൻ ആചരിച്ചിട്ടില്ല. 40ാമത്തെ വർഷം ഒക്ടോബർ മാസം ജപമാല വർഷം ഞാൻ ഭക്തിയോടെ ആചരിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ദൈവാനുഗ്രഹം എന്നല്ല, ദൈവത്തിനോടും എനിക്ക് അടുക്കാൻ പറ്റിയ ഒരു വഴിയാണ് ഈ കൃപാസനം. അത്രത്തോളം ഞാൻ ആ ജപമാല മാസത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ചിന്തകളും ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. അപ്പം തന്നെ എൻ്റെ ടെൻഷൻ എങ്ങോട്ടോ മാറിപ്പോവും, പെട്ടെന്ന് സന്തോഷം വരും. സങ്കടങ്ങൾ വരുന്ന സമയത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. മാതാവേ, എനിക്ക് ഈശോയെ ഓർത്ത്, ഈശോയുടെ പീഡകൾ ഓർത്ത് മാത്രമല്ലാതെ ഞാൻ മറ്റൊന്നും ഓർത്ത് എൻ്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരാൻ ഇനി അനുവദിക്കരുത് എന്നാ ഞാൻ മാതാവിനോട് പറയുന്നത്. അത് അതേപോലെ തന്നെ മാതാവ് ഇപ്പം വരെയും ഞാൻ അതേപോലെ തന്നെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുങ്ങിയൊന്നും വന്നതല്ല, എങ്കിലും എനിക്ക് അത്രത്തോളം ദൈവകൃപയോടുകൂടി എനിക്കിവിടെ ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ കുർബാന കൂടാറുണ്ട്, കുടുംബ പ്രാർത്ഥന ഒരു മുടക്കാതെ ചെല്ലാറുണ്ട്. അത് എത്ര രാത്രിയായാലും, ഇപ്പം വല്ലയിടമൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ 11 മണിയായാലും ഞാൻ കുടുംബ പ്രാർത്ഥന ജപമാല ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അതിനെൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയുമോ, നീ മാത്രമേ ഉള്ളൂ ഇത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞൊക്കെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കേൾക്കാറുമില്ല, ചെവി കൊടുക്കാറുമില്ല. ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എൻ്റെ പപ്പയും അമ്മയാണ്, എനിക്ക് ജോലി ഇല്ലായിരുന്നല്ലോ, അപ്പം അവർ തരുന്ന വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നൊരു വീതം മാറ്റി വെച്ച് രോഗികൾക്ക് വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട്. വസ്ത്രങ്ങളായാലും അങ്ങനെയൊക്കെ എല്ലാം ദാനം ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ കൈ കൊണ്ട് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതെനിക്കൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. അതും ഇനി സാധിച്ചു കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ പ്രതീക്ഷയല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വലുതെന്ന്. അപ്പം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് എൻ്റെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണിപ്പം. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പരഗതിയില്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നു. എന്നെ കൈ പിടിച്ച ഈ കൃപാസന അമ്മ ഇന്ന് വരെ ആ കൈ പിടിച്ച് ഓരോ പടിയും എന്നെ മോളോട്ട് കയറ്റിയതല്ലാതെ ഇന്ന് വരെ ഞാൻ താഴോട്ട് ഇറങ്ങേണ്ടി എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എല്ലാം എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ തിരുവചന പ്രകാരം ഞാൻ ഇനിയും എല്ലാം ചെയ്യും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. എൻ്റെ ആവശ്യങ്ങളെക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അവരോട് ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും വേണ്ടുന്നൊരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡെയിലി ബ്രീഡ് കാണാറുണ്ട്. അത് കൃത്യസമയത്ത് പലപ്പോഴും ചിലപ്പോഴൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ സമയം കിട്ടുമ്പോൾ അല്ലാതെ കാണാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ സാക്ഷ്യങ്ങളിട്ട് വെളുപ്പിനെ ഞാൻ രാവിലെ എഴുന്നേൽക്കും. എനിക്ക് രാവിലെ 7:30 ജോലിക്ക് പോകണം. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഒരുക്കണം. അവർക്ക് സ്കൂളിലൊക്കെ ഇപ്പോൾ സ്കൂൾ തുറന്നല്ലോ, കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. ഇതിപ്പം ഞാൻ ആദ്യമേ ചെന്ന് അടുക്കളയിൽ കയറിയിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ഓടി വന്ന് പിന്നെ പ്രാർത്ഥന കൂടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാക്ഷ്യങ്ങളിട്ട് അടുക്കളയിൽ ഒരു ഫോൺ ഇങ്ങനെ കൊടുത്തിട്ട് അതും കേട്ടാണ് ഞാൻ എൻ്റെ ഓരോ ജോലികൾ ഓരോ ദിവസം തുടങ്ങുന്നത് തന്നെ കൃപാസനത്തിലെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ്. എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനിയും മുന്നോട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും അതിനായി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും.
സങ്കീർത്തനം 37, 4, 5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാനും അവിടുത്തെ പ്രസൻസിൽ, അവിടുത്തെ ആ സാന്നിധ്യത്തിൽ ആനന്ദിക്കാനുമുള്ള ഒരു ദൈവിക വിളിയാണ്, ഒരു ആത്മീയ ബന്ധത്തിലേക്കുള്ള ഒരു വിളിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈശോയിലേക്കും അമ്മയിലേക്കും ചേർത്ത് നിൽക്കുന്ന ഒരു വിളിയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3:28 പറയുന്നത്, നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ സ്വന്തമാവുകയാണ്. ആ സ്വന്തം എന്ന ബന്ധത്തിലൂടെയാണ് നാം ചോദിക്കുന്ന എന്തും ഈശോ നമുക്ക് കനിഞ്ഞു നൽകുന്നത്. അതുതന്നെയല്ല, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മുടെ അമ്മയുണ്ട്, കൃപാസനം അമ്മ. നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. വചനം പറയുന്നത്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും, നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക എന്ന സങ്കീർത്തനം 37 പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും നമുക്കും കർത്താവിൽ ആനന്ദിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്ന് ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ അഭയം തന്നെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. കർമ്മലിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും ഭവനവും ജോലിയും പിന്നെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കൊടുത്ത് ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.